ശവത്തിനേക്കാൾ നാറ്റോ ഇയാളെ. സഹിക്കാൻ പറ്റണില്ല. 2-3 ദിവസത്തെ പഴക്കമുണ്ടല്ലേ? 10-18 വയസ്സുള്ള പെങ്കൊച്ചാവള് ഈ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അവന്മാരവിടെ കാണിച്ചു കൂട്ടുന്നത്. ഓ, ചീഞ്ഞതേതായാലും നന്നായി. സത്യത്തിൽ ഇതൊക്കെ നേരിട്ട് കണ്ടാൽ ഈ പ്രേമിച്ച് ചാകാൻ നടക്കുന്ന ഓരോറ്റ പിഴച്ചങ്ങളും പിന്നെ ഈ പണിക്ക് നിൽക്കത്തില്ല. എടാ, ചാടി ചാകാനാന്നും പറഞ്ഞ് രണ്ടുകൂടെ തണ്ടൂരി പാലത്തിന്റെ മുകളിൽ വന്ന് നിന്ന് ചെക്കൻ റെഡി വണ്ടി ഉത്തരി പറഞ്ഞു. ഇവനെടുത്തൊരൊറ്റ ചാട്ടം വണ്ടി. അവൻ പൊങ്ങി. 2 ദിവസം കഴിഞ്ഞ് അവള് പൊങ്ങി. അവനാരാ? മുതലേ. മുതലയോ? മുതലേ അല്ല, മുതലെന്ന്. പിന്നെ അല്ലാതെ പോയി ഒരുപാട് സേർട്ട് വാങ്ങിച്ചോ. സാറേ, ഞങ്ങളുടെ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. ഡോക്ടർ, ആരാ ഡ്രൈവർ? ബാബു, നമ്മുടെ മുസ്തഫ എന്തേ? വിളിക്കാം സാർ. പണി കിട്ടിട്ടാ, ഒരു ഓട്ടം വന്നിരിക്കുന്നെന്ന് ആ ചെറിയ സാറ് വിളിക്കുന്നത്. അതിന് നീ എന്തിനാണ് കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? വേറെ പറ്റിയ ആളെ ഇക്കടലിലൂടെ എന്നാ പെട്ടെന്ന് വിളിക്കേ. ഇപ്പൊ വിളിക്കും. ഇതെവിടെ പോയി? എന്റെ പൊന്നോ, ഇവിടെയാണ്. വിളിക്കേ. ഗുഡ്. ശരിയാക്കി തരാം. മോനെ, ഒരോട്ടം ഉണ്ടാ. ഇക്കായ്ക്കൊന്നും തീരെ സുഖമില്ല. സ്ഥലമൊന്നും ഞാൻ ചോദിച്ചില്ല, കുറച്ച് ലോങ്ങാണ്. എടാ, ഞാൻ വാങ്ങിക്കുന്നത് നീ നോക്കണ്ട. നീ കാശ് വാങ്ങിച്ചു, വേണേ ഒരു 500 കൂടുതൽ വാങ്ങിച്ചു. ഇപ്പൊ തന്നെ വരാൻ പറ. നീ ഇപ്പൊ എത്തില്ലേ? അത് പറ. എന്നാ പോന്നോട്ടെ. പോന്നോട്ടെ. പോരട്ടെ. വാ. മതി. നിക്കട്ടെ. തലേതാന്ന് പറഞ്ഞോ? മരിച്ചേക്കൻ്റെ അമ്മാനാ നിൽക്കുന്നത്. റൂട്ടൊക്കെ കക്ഷി പറഞ്ഞുതരും. തല എവിടെയായിട്ട് വരും? കുറച്ച് ലോങ് അല്ലേ? പറഞ്ഞ അങ്ങനെ അറിയുന്ന സ്ഥലമൊന്നും അല്ല. വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും രാത്രിയാവും അല്ലേ? ഒരു 500 രൂപ കൂടി അഡ്ജസ്റ്റ് ചെയ്യണേ. പുറത്തോടുന്ന വണ്ടിയാണ്. എന്താ കുഞ്ഞേ? പാവത്തൂർ ഒരുത്തം തൂങ്ങിട്ട് അങ്ങോട്ട് ഓടിയതാ ഞാൻ. നിലത്തിറക്കിയപ്പോ അവൻ കിടന്ന് പിടക്കണ്. ചത്തില്ല. അത് കാരണം അത് എവിടെ എത്തി. പന്തലിടണവരെ ഞാൻ കാത്തിക്കില്ല. എന്നെ പെട്ടെന്ന് വിട്ടേക്കണം. ഈ സമയത്താണ് കുഞ്ഞെ ഇങ്ങനെയൊക്കെ ഇടി നിലവിളിയായിട്ട് നിങ്ങളങ്ങ് പോകുന്നേ. 16 അടിയന്തരം കഴിഞ്ഞ് കാശ് കിട്ടാത്ത അനുഭവമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ അമ്മ. കൂടി എടുക്കാൻ വന്നില്ല, കാശുണ്ട്. സാർ, താൻ എന്തുകൊണ്ടാക്കാൻ വന്നതാ? 12:30 ബോഡി എത്തുമെന്ന് പറഞ്ഞല്ലേ? ഒരു സ്ഥലത്തും കൃത്യമായിട്ട് എത്തരുത്. എന്നെ പണിയാനാണെങ്കിൽ കൃത്യമായിട്ടെത്തും. താനിപ്പോ ഒരു കാര്യം ചെയ്യും, സ്റ്റേഷനിൽ പോയിരുന്നു. എന്നെ കൊണ്ടാവുന്ന ജോലിയൊക്കെ ഞാനിവിടെ ചെയ്തിട്ട് ഞാൻ അവിടെ ധരിപ്പിച്ചോളാം. ഇപ്പൊ സാറ് ചെല്ല്. ഓടോ സാർ. ആംബുലൻസ് ഡ്രൈവറെ വിളിക്കും. സാറ് വിളിക്കുന്നുണ്ട്. എന്താ നിന്റെ പേര്? ക്രിസ്റ്റി. ക്രിസ്റ്റി, ഓട്ടം കുറച്ച് ലോങ്ങാ. എന്ന് വെച്ച് നിന്റെ ഒക്കെ സ്ഥിരം പരിപാടിയൊന്നും കാണിക്കരുത്. അവര് പാവങ്ങളാ. ശരി സാർ.
ആ പിന്നെ ആ. അവര് റൂട്ട് എന്ന് പറഞ്ഞ അമ്മാവൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ആ നമ്മുടെ പാമ്പാട് ജോലിന്നേ കുളിർമലയ്ക്ക് പോകുന്ന റൂട്ടില്ലേ? എന്താ സാറ് പറഞ്ഞേ? ആ നമ്മുടെ കുളിർമലയില്ലേ? കുളിർമല റൂട്ടാ? ആ ചിന്നുമോളെ നിക്കടി. അമ്മയുടെ മുത്തല്ലേടാ എങ്ങിതാ. രജനി, ഞാൻ വരുന്നടി കുളിർമലക്ക്. വെറുതെ പറയോ? ഇനി എന്നെ പറ്റിക്കുമല്ലേ? ഏയ്, ഞാൻ പുറപ്പെട്ടിടി കറമ്പി. സത്യം? കുളിർമലക്കാണെങ്കിൽ നേരത്തെ പറയണ്ടേ അമ്മാവാ.